ആദരിക്കൽ ചടങ്ങാണ്. അതിന് സാരഥിയുടെ ഒഫീഷ്യൽസിനെ എല്ലാവരെയും സ്റ്റേജിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സാരഥി ജനറൽ സെക്രട്ടറി, വനിതാവേദി ചെയർപേഴ്സൺ, ഹെൽത്ത് കെയർ കോർഡിനേറ്റർ, യൂണിറ്റ് കൺവീനർ, പ്രോഗ്രാം കൺവീനർ, യൂണിറ്റ് എക്സിക്യൂട്ടീവ്, സാരഥിയുടെ എല്ലാ ഓഫീഷ്യൽസിനെയും ദയവേത് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ പുറകുവശത്ത് നിൽക്കുന്ന എല്ലാവരും ഒന്ന് മുന്നോട്ടേക്ക് കടന്നു വന്നാൽ നല്ലതായിരുന്നു. നമ്മൾക്ക് ഇത്രയും നേരം നമ്മൾക്ക് നല്ലൊരു ക്ലാസ് എടുത്ത് നമ്മളെ എല്ലാവരുടെയും സംശയ നിവാരണം നടത്തിയ ഡോക്ടർക്ക് ആദരിക്കൽ ചടങ്ങാണ്. എല്ലാവരും എണീറ്റ് നിന്ന് നിറഞ്ഞ കയ്യടികളോട് സാറിന് നമുക്ക് ഉപഹാരം സമ്മാനിക്കാം. താങ്ക് യു സാർ, താങ്ക് യു. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് സാരഥിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വിനോദ് ചീഫാറലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശരിക്കും വളരെ രസകരമായിരുന്നു അല്ലേ സാറിൻ്റെ മംഗ്ലീഷ് കലർന്ന മംഗ്ലീഷ് ക്ലാസ്. ഈ ക്ലാസ്സിൽ പലരും പലതും നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം അല്ലേ. അത്യാവശ്യം എക്സസൈസ് നമ്മുടെ ഒരു പ്രധാന വിഷയമാണ്, ഭക്ഷണം നമ്മുടെ ഒരു പ്രധാന വിഷയമാണ്, സ്ട്രെസ്സ് ആവശ്യമില്ലാതെ ഒച്ചപ്പാടും ബഹളവും ഒന്നും വേണ്ട, സമാധാനമായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് നടക്കാൻ ശീലിക്കുക. അതാണ് സാറ് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം. ശ്വാസം എടുക്കുക, അതിന് ശ്വാസം നന്നായിട്ട് എടുക്കാൻ പഠിക്കുക, എന്താണ് യോഗ ചെയ്യാൻ പഠിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് സാറ് പറഞ്ഞു. നമ്മളിവിടെ ചെയ്യുന്ന നമ്മുടെ മനസ്സിനെ ശാക്തീകരിക്കാൻ, ശാന്തമാക്കാൻ നമ്മൾ ഗുരുവിൻ്റെ കൃതികൾ പഠിക്കുന്നുണ്ട്. ആ പഠനം നമുക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ നടത്താൻ കഴിയും. നമ്മുടെ ചുറ്റുപാടുകളല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്, നമ്മളാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുവാണെങ്കിൽ ശാന്തമായിട്ട് നടക്കാൻ കഴിയും. ശാന്തമായിട്ട് നടന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ഭക്ഷണം ഒരു വിഷയമാണ്, എക്സർസൈസ് ഒരു വിഷയമാണ്, മനസ്സ് ഒരു വിഷയമാണ്. ഈ മൂന്ന് സാധനം നമ്മൾ ശാന്തമാക്കിയാൽ, വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ ഒരു മരുന്നിൻ്റെയും ആവശ്യമില്ല, നന്നായിട്ട് പോകാം. പിന്നെ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മസിൽസ് ശക്തിയുള്ളതാക്കി വയ്ക്കുക എന്നുള്ളത്. ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ, നടക്കത്തില്ല. പക്ഷേ ഈ മസിൽ ശക്തിയാക്കാന്ന് വെച്ചാൽ അത്യാവശ്യം ജിമ്മിലൊക്കെ പോയാൽ കുഴപ്പമില്ല. മസിലുകളെ വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഇത് ലൂസായി അവസാനം നമുക്കൊന്ന് ഉറച്ച് തുമ്മാൻ പോലും പറ്റാതായി പോവും. അതുകൊണ്ട് മസിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറ് ഈ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് കൂടെ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം ആണ് ഞാനിവിടെ പറയുന്നത്. നമുക്ക് ആരോഗ്യ സുരക്ഷ നമ്മളിപ്പോൾ ഇത് 3ാമത്തെ തവണ നടത്തുന്നത്. ആളുകൾക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഈ ഉദ്ദേശത്തിൽ ഇന്ന് നമുക്ക് കിട്ടിയ വിശിഷ്ടാതിഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് നമുക്ക്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് സാരഥി കുവൈറ്റിൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ഇന്ന് ഈ പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്തിയ റിഗ യൂണിറ്റിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായി വനിതാവേദി ചെയർപേഴ്സൺ ശ്രീമതി ബിജി അജിത് കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഗുരുദേവനാമത്തെ നമസ്കാരം. ഇന്നത്തെ ഇപ്പോൾ ഏറ്റവും ആനുകാലിക പ്രശസ്തമായ ഒരു സബ്ജക്റ്റ് എടുത്ത് ഹാർട്ട് ഡിസീസിനെ കുറിച്ച് വളരെ നല്ല ഒരു അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ച റിഗ യൂണിറ്റിന് ഏറ്റവും എൻ്റെ ആശംസകൾ നേരുന്നുള്ളൂ. പിന്നെ ഇന്നത്തെ ക്ലാസ് വളരെ നല്ല രീതിയിൽ നമ്മൾ ഹാർട്ടിനെ കുറിച്ച് പറഞ്ഞു തന്ന പ്രശസ്ത കാർഡിയോളജിസ്റ്റ് ഡോക്ടർ തോമസ് കോശി സാറിന് സാരഥി കുവൈറ്റിൻ്റെ ഹൃദയപൂർവ്വമായി നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഏറ്റവും നല്ല രീതിയിൽ തന്നെ എല്ലാവരുമായിട്ട് നല്ല ഇൻറ്ററാക്ട് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസിനും നല്ല രീതിയിൽ തന്നെ പേഷ്യൻസോടുകൂടി ആൻസർ ചെയ്ത സാറിനെ എല്ലാം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ശരിക്കും സാർ എല്ലാവരും ഞങ്ങൾ ശരിക്കും സാറിനെ അഭിനന്ദിക്കുന്ന ഒരിക്കൽ കൂടി. കാരണം എത്ര ക്ഷമയോടുകൂടിയാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസറുകൾ തന്നത്. താങ്ക് യു. അടുത്തതായി ട്രസ്റ്റ് സെക്രട്ടറി ശ്രീമതി ബിന്ദു സജീവിനെ ക്ഷണിച്ചുകൊള്ളുന്നു ആശംസകൾ അറിയിക്കുന്നതിനായി.
വേദിയിലും സദസ്സിലും എല്ലാവർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം. വളരെ നല്ല എന്താ പറയുക, ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു. ഒത്തിരി നന്ദിയുണ്ട് ഡോക്ടറിനോട്. അതുപോലെ തന്നെ ഇതിന്ന് സംഘടിപ്പിച്ച റിഗെ യൂണിറ്റ്, അവിടുത്തെ വനിതാ വേദി, അതുപോലെ തന്നെ ഹെൽത്ത് ക്ലബ് കോർഡിനേറ്റേഴ്സ്, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ഒരു അവസരത്തിൽ നന്ദിയും ആശംസയും ഒക്കെ അർപ്പിക്കുകയാണ്. വൺസ് അഗെയിൻ താങ്ക് യു ഡോക്ടർ. എന്താവശ്യമുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യാമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ബിന്ദു ചേച്ചി. അടുത്തതായി നമുക്കൊരു റാഫേൽ ഡ്രോയാണ്. അപ്പോൾ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും നന്ദി. വളരെ ആകർഷകമായ 2-3 സമ്മാനങ്ങൾ നമുക്ക് നൽകിയ നമ്മുടെ REG ട്യൂഷൻ സെൻറ്റർ അബ്ബാസിയ ആൻഡ് മംഗഫ്, അതുപോലെ തന്നെ സ്റ്റൈൽ പാരഡൈസ് ലേഡീസ് ബ്യൂട്ടി പാർലർ അബ്ബാസിയ, അലീസ മെഡിക്കൽ എക്യുപ്മെൻറ്റ് കമ്പനി, നിങ്ങളുടെ സൗകര്യാർത്ഥം ഇവരെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ മെയിൻ സ്പോൺസേഴ്സ് ഇവരാണ്. കൂടാതെ നമ്മുടെ ആനുവൽ സ്പോൺസർ BEC എക്സ്ചേഞ്ച്, നമ്മുടെ സാരഥിയുടെ ആനുവൽ സ്പോൺസർ BEC എക്സ്ചേഞ്ച്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസേഴ്സാണ് REG ട്യൂഷൻ സെൻറ്റർ. നമുക്ക് വിശ്വസ്തയോടെ നമ്മുടെ കുട്ടികളെ ട്യൂഷൻ അയക്കാവുന്ന നമ്മുടെ അബ്ബാസിയയിലും മംഗഫിലുമായി പ്രവർത്തിക്കുന്ന REG ട്യൂഷൻ സെൻറ്റർ, അതുപോലെ തന്നെ സ്റ്റൈൽ പാരഡൈസ് ലേഡീസ് ബ്യൂട്ടി പാർലർ അബ്ബാസിയ, കൂടാതെ നമ്മുടെ മെഡിക്കൽ എക്യുപ്മെൻറ്റ് എല്ലാവരും BP അപ്പാരറ്റസ്, ഗ്ലൂക്കോമീറ്റർ, അതുപോലെ തന്നെ വെയിൻ സ്കെയിൽ, ഇതൊക്കെ എപ്പോഴും ആവശ്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആവശ്യാനുസരണം ഇവരെ സമീപിക്കാവുന്നതാണ്. താങ്ക് യു ഓൾ. അവരെല്ലാം നൽകിയിരിക്കുന്ന ചെറുതല്ല വലിയ ഗിഫ്റ്റുകൾ തന്നെയാണ് റാഫേൽ ഡ്രോയിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. ആദ്യം നമ്മൾ എടുക്കുന്നത് 3rd പ്രൈസ് ആയിരിക്കും. നമ്മുടെ ഈ പ്രൈസസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് REG ട്യൂഷൻ സെൻറ്റർ അബ്ബാസിയ ആൻഡ് മംഗഫ്, സ്റ്റൈൽ പാരഡൈസ് ലേഡീസ് ബ്യൂട്ടി പാർലർ അബ്ബാസിയ, അലീസ മെഡിക്കൽ എക്യുപ്മെൻറ്റ് കമ്പനി. ആദ്യം നമ്മൾ 3rd പ്രൈസിലേക്കാണ് കിടക്കുന്നത്. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. വന്നപ്പം തൊട്ട് എന്തായാലും അവിടെ ഇരുന്ന് എല്ലാവരെ കൊണ്ടും കൂപ്പൺ എഴുതി ഇടിയിച്ച്, മറ്റാരുമല്ല കൗണ്ടറിലിരുന്ന വിജിത തന്നെ. വിജിത എല്ലാവരുടെയും സ്വന്തം പേര് തന്നെയാണോ എഴുതിയിട്ടത്? വിജിത. 3rd പ്രൈസ് ഗോയിങ് ടു വിജിത കലേഷ്. വിജിത കടന്നു വരൂ. ഒന്ന് കുടഞ്ഞോ. കയറാൻ പറ്റുമോ? അത് അടുത്തത് 2nd പ്രൈസ്. അടുത്തത് ഇല്ല കൊടുത്തിട്ടുണ്ട്. അടുത്തത് അമ്പിളിക്കുട്ടൻ. എനിക്ക് തോന്നുന്നത് ഓമന പർവാനിയ യൂണിറ്റിൽ നിന്നാന്ന് തോന്നുന്നു. അമ്പിളിക്കുട്ടൻ മെഹമുള്ള അമ്പിളിക്കുട്ടൻ. ഫോൺ നമ്പർ പറഞ്ഞു. 2nd പ്രൈസ്. അടുത്തത് 1st പ്രൈസ് ആർക്കാണെന്ന് നോക്കാം. ശൈലം കെ ശ്രീകുമാർ. അത് ശ്രീകുമാർ ചേട്ടൻ ആദ്യം തന്നെ വെച്ചതെന്ന് തോന്നുന്നു അല്ലേ? വേണം ഒരു പ്രൈസ് എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന്. ഫോൺ നമ്പർ 99684265. അപ്പോൾ നമ്മുടെ പ്രൈസ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ തോമസ് കോശി സാറിനെ തന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. First prize going to Mr. Srikumar, Reggae Unit. മെഹബുള്ള എന്നുള്ള ആരാ ഉള്ളത്? മെഹബുള്ള. 2nd പ്രൈസ് ഗോയിങ് ടു അമ്പിളിക്കുട്ടൻ, മെഹബുള്ള യൂണിറ്റ്. പ്രൈസ് കൊടുക്കും.
താങ്ക് യു. അടുത്തത് തേർഡ് പ്രൈസ് ഗോയിങ് ടു വിജിത കലേഷ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. അടുത്തതായി കൃതജ്ഞത അറിയിക്കുന്നതായി യൂണിറ്റ് സെക്രട്ടറി മിസ്റ്റർ അജേഷ് കൊട്ടാരത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരുദേവ നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നവർക്കെല്ലാം നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ഉദ്ഘാടകനും നമ്മുടെ ഇന്നത്തെ ഈ ആരോഗ്യ സുരക്ഷ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പരിപാടിക്ക് എല്ലാ സഹായങ്ങളും എത്തിച്ചു തന്ന ആരാധ്യനായ നമ്മുടെ സാരഥി പ്രസിഡൻറ്റ് ശ്രീ ജിതേഷ് എംപിക്ക് യൂണിറ്റിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തായി നമ്മുടെ ഈ ഒരു പരിപാടിക്ക് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ തോമസ് കോശി, അദ്ദേഹത്തിന് റിഗേ യൂണിറ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. അടുത്തായി നമ്മുടെ സാരഥി ജനറൽ സെക്രട്ടറി ശ്രീ വിനോദ് ചീപ്പാറയിൽ, സാരഥി ട്രഷറർ ശ്രീ അനിൽകുമാർ, ട്രസ്റ്റ് ചെയർമാൻ ശ്രീ ജിതിൻ ദാസ് എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. ട്രസ്റ്റ് സെക്രട്ടറി ശ്രീമതി ബിന്ദു സജീവ്, ട്രഷറർ ശ്രീ രജി സി ജി എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. വനിതാവേദി ചെയർപേഴ്സൺ ശ്രീമതി ബിജി അജിത്, സെക്രട്ടറി ശ്രീമതി പാർവതി, ട്രഷറർ ശ്രീമതി ടിൻഡു വിനീഷ് എന്നിവർക്കും യൂണിറ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. അഡ്വൈസറി മെമ്പേഴ്സായ സി എസ് ബാബു, സജീവ് നാരായണൻ, സുരേഷ് കെ പി, അജി കെ ആർ, ടി എസ് രാജൻ എന്നിവർക്കും യൂണിറ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. മറ്റ് പുറത്തുനിന്നും മറ്റ് സംഘടനകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തികൾക്കും യൂണിറ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. ഹെൽത്ത് ക്ലബ് ഭാരവാഹികളായ ഗ്രീഷ്മ ജിക്കി, ഷൈനി അരുൺ എന്നിവർക്കും യൂണിറ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. ഗുരുകുലം, ഗുരുദർശനവേദി, ക്രൈസിസ് മാനേജ്മെൻറ്റ്, മീഡിയ ആൻഡ് ചാരിറ്റി കോർഡിനേറ്റേഴ്സിനും യൂണിറ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഹിമചേച്ചിക്ക് യൂണിറ്റിൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ മിനി സുജിത്ത് ചേച്ചിക്കും യൂണിറ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇവിടെ ഹെൽത്ത് ചെക്കപ്പ് BP ചെക്ക് ചെയ്യുന്നതിന് നമ്മളെ സഹായിച്ച ശ്രീമതി അജിത സന്തോഷിനും, നീതു ജിതിൻ, രമ്യ, ചാന്ദിനി, ശ്രീ സിഗ്മ, നിമ്യ ശ്രീജിത്ത്, വിനീത, അനില എന്നിവർക്കും യൂണിറ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ സ്പോൺസർമാരായ അലീസ മെഡിക്കൽ എക്യുപ്മെൻറ്റ് കമ്പനി, REG ട്യൂഷൻ സെൻറ്റർ അബ്ബാസിയ ആൻഡ് മംഗഫ്, സ്റ്റൈൽ പാരഡൈസ് ലേഡീസ് ബ്യൂട്ടി സലൂൺ അബ്ബാസിയ എന്നിവർക്കും നമ്മുടെ യൂണിറ്റിൻ്റെ നന്ദി അറിയിക്കുകയാണ്. PPC സെക്രട്ടറിയായ മിസ്റ്റർ സുരേഷ് കെ പിക്കും യൂണിറ്റിൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. മറ്റ് യൂണിറ്റ് ഭാരവാഹികൾ, റിഗേ യൂണിറ്റ് നമ്മുടെ പരിപാടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാ യൂണിറ്റ് മെമ്പർമാർക്കും, നമ്മുടെ സാരഥി കുവൈറ്റിൻ്റെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ യൂണിറ്റ് അംഗങ്ങൾക്കും ഞങ്ങളുടെ റിഗേ യൂണിറ്റിൻ്റെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു അജേഷ്, താങ്ക് യു. അടുത്തായി എല്ലാവരും ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഭവനം തോറും ഗുരുദേവൻ. എന്തായാലും ഇവിടെ എല്ലാവരും വന്ന സ്ഥിതിക്ക് ഗുരുവിൻ്റെ ഫോട്ടോ എല്ലാവരുടെയും വീടുകളിലുണ്ടെന്നറിയാം. എങ്കിലും നമ്മളുടെ ഒരു ട്രഷറിൻ്റെ ഒരു ആഗ്രഹമാണ് എല്ലാ വീടുകളിലും ഗുരുവിൻ്റെ നല്ലൊരു ഫോട്ടോ ഉണ്ടാകണമെന്നുള്ളത്. അതുകൊണ്ട് ആരുടെയെങ്കിലും വീടുകളിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ വനിതാവേദി ട്രഷറർ ശ്രീമതി സ്മിനിത രാജ്മോഹനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇന്ന് അവൈലബിൾ ആണ്. അടുത്തത് നമുക്ക് പൂർണ്ണമതത്തോടും കൂടി നമ്മുടെ ഈ പ്രോഗ്രാം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എല്ലാവരും എണീറ്റ് നിൽക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.
ശാന്തി ശാന്തി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.